ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നമുക്ക് 3 മാസം വെക്കേഷനാണ്. അപ്പം ഇനി 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഓഷിലേക്ക് തിരിച്ചു വന്നാൽ മതിയേ. അപ്പം എനിക്ക് എന്തോ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് ടെൻഷനൊക്കെ. അപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ റെഡി ആയിട്ടോ, കുളിച്ച് സെറ്റായി. നമ്മൾ അബുദാബി വഴിയാട്ടോ പോകുന്നത്. ബിഷ്കേക്ക്, അബുദാബി, പിന്നെ ട്രിവാൻഡ്രം വഴിയാണ് പോകുന്നത്. അപ്പോൾ റെഡിയൊക്കെ ആയി. ഇനി നമുക്ക് 6 മണിയാകുമ്പം നമ്മുടെ ടാക്സി വരും കേട്ടോ. അപ്പം നമ്മൾ ഇനി ടാക്സിക്ക് എല്ലാ ലഗേജൊക്കെ കയറ്റി വെച്ചു. കുറേ ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല, ലഗേജ് ആദ്യമേ ഞങ്ങൾ ടാക്സി വേറെ മുൻവശത്താണ് വരുന്നതെന്ന് ഓർത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ പുറകിൽ കൂടെ വന്നു. പിന്നെ ആ ലഗേജുമായിട്ട് നമ്മൾ പിന്നെയും പുറകോട്ടൊക്കെ പോയി. അങ്ങനെ കുറച്ച് അലച്ചിൽ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എക്സസൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓഷിലെ എയർപോർട്ടിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്കിനി ബാഗൊക്കെ ഒന്ന് റാപ്പ് ചെയ്യണം. ബാഗ് റാപ്പ് ചെയ്യണം. നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെയിറ്റ് നോക്കി കേട്ടോ. ഞങ്ങൾ 3 പേരാണ് ഉള്ളത്, സംഗി, പാത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാം റാപ്പ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ കിട്ടി. ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നായിരുന്നു. ഈ വെയിറ്റ് നോക്കണം, പിന്നെ റാപ്പ് ചെയ്യണം, അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതേ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പ്ലെയിനിൽ കയറി. പിന്നെ ആണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് 3 പേർക്കും തൊട്ടടുത്തടുത്താണ് സീറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെയൊക്കെ കയറിയിരുന്ന് പെട്ടെന്ന് എത്തും. നമുക്ക് 40 മിനിറ്റേ ഉള്ളൂ ട്രാവൽ. ഓഷ് ടു ബിഷ്കേക്കിലേക്ക് 40 മിനിറ്റേ ഉള്ളേ. ഇവിടുത്തെ ലോക്കൽ ഫ്ലൈറ്റാണ്. പിന്നെ നമ്മൾ ലഗേജ് ബാഗിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ബാഗൊക്കെ തിരിച്ച് കിട്ടി. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ മടുത്തു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ബിഷ്കേക്കിൽ നിന്ന് നമുക്ക് വിശന്നു. അപ്പോൾ നമ്മൾ അവിടെയുള്ള എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി. ഇനി ഇമിഗ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയേ. പിന്നെ എനിക്ക് സംഖ്യയ്ക്കും തൊട്ടടുത്തടുത്താണ് സീറ്റ് കിട്ടിയത്. ഞാൻ ഭയങ്കര കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. എന്തോരം നേരം കിടന്ന് ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബി എത്തിയിരിക്കുന്നു. അബുദാബിയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഇനി എന്താ പറയുന്നത്, ഞാൻ നല്ല ഉറങ്ങി എനിക്കൊരു വെളിവില്ലായിരുന്നു കേട്ടോ. എന്തോ പോലെ തലക്കൊക്കെ ആണെങ്കിലും എന്തോ പോലെയായിരുന്നു. മടുത്ത് നല്ലോണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഉള്ള രാത്രിയൊന്നും ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. ഫുള്ള് അലച്ചിലായിരുന്നേ. എന്നിട്ട് നമ്മളിനി അബുദാബി എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബി. ഞാൻ ഇതുവരെയായിട്ട് അബുദാബി വന്നിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഓക്കെ, അബുദാബി സൂപ്പർ, ആ ഒരു ഇതുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എന്തോ 40 ഡിഗ്രിയാണ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ കണ്ടു. ഇനി നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ട്. ഞാൻ ഓർത്ത് അവിടുത്തേക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നാണ് വിചാരിച്ചത്. എല്ലാം പക്ഷെ ഭയങ്കര സ്പീഡിൽ കഴിഞ്ഞു കേട്ടോ. അവിടെ എല്ലാം ഇലക്ട്രോണിക് രീതിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. കുറേ നേരം നമുക്ക് നിന്ന് ലാഗടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ടിൻ്റെ അകം പൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. എന്തോ എന്താ പറയുക, ഭയങ്കര ഒരു എയർപോർട്ട് വൈബായിരുന്നു. ഭയങ്കര വലിയ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇനി നമുക്ക് 22 മണിക്കൂർ ഇവിടെ ഇരിക്കണം കേട്ടോ. 22 മണിക്കൂർ എങ്ങനെ തീർക്കുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ അതിൽ കൂടെയൊക്കെ കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നടന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം വിശന്ന് നല്ലോണം. ഞങ്ങൾ അറൈവൽസിൻ്റെ അവിടെയാണ് ഇരുന്നത്. പിന്നെ നമ്മളിവിടെയുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചു കേട്ടോ. പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു മേടിച്ചത്. പിന്നെ ഒരു ചായയും മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായ. പിന്നെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഒരു 4-5 മണിക്കൂർ കിടന്ന് ഞാൻ ഉറങ്ങി. പിന്നെ ഇവിടെയുള്ള ഷോപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. ബുക്ക് ഷോപ്പിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ ഞാൻ പിന്നെയും പോയി തുണിയൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ രാത്രി ഫുള്ള് നല്ല എന്താ പറയുക തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു ആദ്യം ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് തന്നെ പോയി ഇട്ടുകൊണ്ട് വന്നാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പിന്നെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലിയും സാമ്പാറും ചട്നി ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വട ഉണ്ടായിരുന്നു. വട നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്താണേ.
പിന്നെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ 2 സെറ്റ് മേടിച്ചു. ഞങ്ങളെല്ലാവരും 2 സെറ്റ് വെച്ച് മേടിച്ചു. അങ്ങനെ 6 ഇഡ്ഡലിയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ വയറാണെങ്കിൽ ഫുള്ളായി. കുറേ നാളുകൾക്ക് ശേഷം ഇഡ്ഡലി കഴിക്കുന്നത്. അപ്പം എന്തായാലും മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 6 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയോ തീർത്ത്. നല്ല പാടായിരുന്നു കേട്ടോ തീർക്കാൻ. അപ്പം എന്തായാലും ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി എങ്ങനെയായിരിക്കും ഫുഡ്. അതുകൊണ്ടാട്ടോ ഇത്രയും മേടിച്ചത്. ഇനി ട്രിവാൻഡ്രത്ത് എത്തുന്നതോടെ വരെ വിശക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി 2nd ഫ്ലോറിൽ പോയി ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. അപ്പം പിന്നെ ആദ്യമേ ലഗേജൊക്കെ നമ്മൾ താഴെ അറൈവൽസിൻ്റെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ പാത്തു ഇരിപ്പുണ്ട്. ആദ്യമേ സംഖ്യയാണ് എൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അവളുടെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി പാത്തുവിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളൊക്കെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടേ. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു ഈ എയർപോർട്ട്. ഇത്രയും നേരം ഇവിടെ ഇരിക്കേണ്ടി വന്നെങ്കിലും ഒട്ടും ബോറടിച്ചില്ല. ഞങ്ങൾ ഓരോ കാര്യത്തിൽ ബിസി ആയിരുന്നു. കുറച്ച് നേരം മേക്കപ്പ് ചെയ്ത് സമയം കളഞ്ഞു. നമുക്കതൊക്കെ അല്ലേ പറ്റും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം സമയം കളഞ്ഞു. പിന്നെ ഉറങ്ങി, നല്ലോണം ഉറങ്ങി കേട്ടോ. ഞാൻ നല്ലോണം ഉറങ്ങി. അവർ ഉറങ്ങിയില്ല, അത്രയ്ക്ക് ഉറങ്ങിയില്ല. ഞാൻ പക്ഷെ നല്ലോണം ഉറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ലൈക്ക് ഫ്ലൈറ്റിലുള്ള ബോർഡിംഗ് പാസിൻ്റെ ചെക്കിൻ സ്റ്റാർട്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം നമുക്കറിയത്തില്ലല്ലോ ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ വീഡിയോസ് ഒന്നും അലൗഡഡ് അല്ലായിരിക്കും. പിന്നെ ഞാൻ അവിടുത്തെ ഒന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. പക്ഷെ എല്ലാം ഇലക്ട്രോണിക് രീതിയായിരുന്നു. അതുകൊണ്ട് നമുക്കൊട്ടും ലാഗ് അടിച്ചില്ല. എല്ലാം ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ നടക്കാൻ നല്ല ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കാൻ എന്തോരം നടന്നെന്നറിയാവോ. ഏകദേശം എനിക്ക് അതിൻ്റെ അടുത്തൊരു 2-3 കിലോമീറ്ററെങ്കിലും നടന്ന് കാണും. അപ്പം അവിടെ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല വൈബാട്ടോ കാണാൻ. അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഈദ് വരാൻ പോകുന്നതുകൊണ്ട് അവിടെ ഫുള്ള് ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതുകൊണ്ട് കാണാൻ കേട്ടോ. പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ എത്തി. നമ്മളവിടെ അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ കേട്ടോ ഇരുന്നത്. പിന്നെ കുറച്ച് നേരം മൊബൈൽ ചാർജ് ചെയ്തു. പിന്നെ നമ്മൾ ലൈക്ക് ഗേറ്റ് ഓപ്പണായി. നമുക്ക് ഇനി ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ തുടങ്ങി കേട്ടോ. പിന്നെ അപ്പോഴാണ് അറിയുന്നത് പാത്തൊരു ചായ മേടിച്ചായിരുന്നു കേട്ടോ. ആ ചായ ഫുള്ള് ലീക്ക് ചെയ്തായിരുന്നു. പിന്നെ പക്ഷേ അത് കുടിച്ചിട്ടോ. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ.